സ്വാതി, അതായത് കഴിഞ്ഞ രാത്രിയിലൊന്നും തന്നെ ഈ പൂഞ്ച് ജമ്മു മേഖലകളിൽ യാതൊരുവിധ സംഘർഷവും ഉണ്ടായിട്ടില്ല എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഏറെ ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. ഇപ്പോൾ ഇതാ അമൃത്സറിലും സാധാരണ ജീവിതത്തിലേക്ക് കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. യാതൊരുവിധ പ്രകോപനവും ഇപ്പോൾ നിലവിൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. ജനങ്ങളൊക്കെ വലിയ ആശ്വാസത്തിൽ തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണ്. സ്വാതി, എന്തായാലും ഇന്നിപ്പോൾ 11 മണിയോട് കൂടിയിട്ടാണ് ഇന്ന് ഈ വാർത്താ സമ്മേളനം നടത്താനിരിക്കുന്നത്. അതിൽ കഴിഞ്ഞ രാത്രിയിലെ കരാർ ലംഘനമൊക്കെ ഉൾപ്പെടുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. എങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വിവരങ്ങൾ സ്വാതി? ഭദ്ര, ഏറ്റവും പുതിയതായി ലഭിക്കുന്ന വിവരമനുസരിച്ച് ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യം ഇന്ന് 11 മണിയോടെ പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ വാർത്താ സമ്മേളനം ഉണ്ടാകും എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഈ വെടിനിർത്തൽ കരാർ ലംഘനം പാകിസ്ഥാൻ നടത്തുകയും അതിന് പിന്നാലെ തന്നെ വിദേശകാര്യ മന്ത്രാലയം അത് സംബന്ധിച്ച സ്ഥിരീകരണം നൽകുകയും ചെയ്തിരുന്നു. മറ്റ് നടപടിക്രമങ്ങളിലേക്ക് നേരത്തെ സൂചിപ്പിച്ച പോലെ ഇനി ഏത് തരത്തിലാണ് മുന്നോട്ടുള്ള നീക്കങ്ങൾ എന്ന് സംബന്ധിച്ചുള്ള വിശദീകരണം തന്നെയായിരിക്കും ഉണ്ടാവുക എന്ന് പ്രതീക്ഷിക്കാം. മാത്രമല്ല, നിരവധി ഇടങ്ങളിൽ ഇത്തരത്തിൽ പ്രകോപനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ അത്തരത്തിൽ ഏതെങ്കിലും ആക്രമണ സംഭവങ്ങളോ ഡ്രോൺ ആക്രമണങ്ങളോ മറ്റേതെങ്കിലും പ്രകോപനം ജനങ്ങൾക്ക് നേരെ ഉണ്ടായിട്ടുണ്ടോ, അതിർത്തി മേഖലകളുടെ സുരക്ഷ സംബന്ധിച്ച നിലവിലെ സ്ഥിതി വിവരങ്ങൾ സംബന്ധിച്ചൊരു വിലയിരുത്തൽ തന്നെയായിരിക്കും പ്രതിരോധ മന്ത്രാലയം നടത്തുന്ന വാർത്താ സമ്മേളനത്തിൽ ഉണ്ടാവുക എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ദിവസം 5 മണിയോടുകൂടി വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും അതിന് പിന്നാലെ തന്നെ അത് ലംഘിച്ചുകൊണ്ട്, ആ ധാരണകൾ ലംഘിച്ചുകൊണ്ട് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും വീണ്ടും പ്രകോപനം ഉണ്ടാവുകയും അതിർത്തി മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഡ്രോൺ ആക്രമണങ്ങളും ചില സ്ഫോടക ശബ്ദങ്ങളും അടക്കം വന്നിട്ടുള്ളതായിട്ടുള്ള വിവരങ്ങൾ തന്നെയായിരുന്നു ലഭ്യമായിട്ടുണ്ടായിരുന്നത്. അതിന് പിന്നാലെ പ്രതികരണം ഔദ്യോഗികമായി തന്നെ വരികയും ചെയ്ത പശ്ചാത്തലമുണ്ട്. മാത്രമല്ല, പാകിസ്ഥാന്റെ അത്തരത്തിലുള്ള നടപടികളെ പൂർണ്ണമായും അപലപിച്ചുകൊണ്ട് വിദേശകാര്യ മന്ത്രാലയം അതിൻ്റെ സെക്രട്ടറി തന്നെ രംഗത്ത് വരികയും ചെയ്തിരുന്നു. ഇപ്പോൾ എന്തായാലും ഇവിടങ്ങളിൽ പൂർണ്ണമായും ജനജീവിതം സാധാരണഗതിയിലേക്ക് വരുന്നുണ്ട്. ഒരു സമാധാന അന്തരീക്ഷത്തിലേക്ക് രാജ്യത്തിൻ്റെ അതിർത്തി മേഖലകൾ, പ്രത്യേകിച്ചും ഈ അതിർത്തി പ്രദേശം എടുത്തു പറയുന്നത് ഈ വെടിനിർത്തൽ പ്രഖ്യാപനം അടക്കം വന്നതിന് ശേഷവും പ്രകോപനങ്ങൾ ഉണ്ടായിട്ടുള്ളത്, പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും പ്രകോപനങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഈ അതിർത്തി കേന്ദ്രങ്ങളിൽ തന്നെയാണ്, അതിർത്തി മേഖലകൾ, അതിർത്തി സംസ്ഥാനങ്ങളിൽ തന്നെയാണ്. രാജസ്ഥാൻ, പഞ്ചാബ് ഉൾപ്പെടെ ജമ്മു കാശ്മീർ ഉൾപ്പെടെ വിവിധ ഇടങ്ങളിൽ ബ്ലാക്ക് ഔട്ട് അടക്കം പ്രഖ്യാപിക്കുന്ന നടപടി അതിനുശേഷവും ഉണ്ടാവുകയും ചെയ്തിരുന്നു. അതിൻ്റെയൊക്കെയും പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ അതിർത്തി മേഖലകൾ സംബന്ധിച്ച വിശദാംശങ്ങൾ ലഭ്യമാകുന്നത്. നിലവിൽ ബ്ലാക്ക് ഔട്ടൊക്കെയും പ്രഖ്യാപിച്ചിരുന്ന ഇടങ്ങളിൽ അതെല്ലാം മാറിയിട്ടുണ്ട് എന്നുള്ള ആശ്വാസകരമായിട്ടുള്ള വാർത്ത. നേരത്തെ അരുൺ സൂചിപ്പിച്ച പോലെ തന്നെ അമൃത്സറിലായിരുന്നു ആകെ ഒരു ജാഗ്രതാ നിർദ്ദേശം ഉണ്ടായിരുന്നത്. രാവിലെയും ജാഗ്രത നൽകുകയും ജനങ്ങൾക്ക് മാർഗനിർദ്ദേശങ്ങളൊക്കെയും ഭരണകൂടം പുറപ്പെടുവിച്ചിരുന്നു. എന്നാൽ അമൃത്സറിലെ സ്ഥിതിഗതികളും സാധാരണഗതിയിലേക്ക് വരുന്നു എന്ന് ഈ ഘട്ടത്തിൽ പറയാൻ വേണ്ടി കഴിയും. അമൃത്സറിലെ ബ്ലാക്ക് ഔട്ടും അതോടൊപ്പം തന്നെ മറ്റ് ജാഗ്രതാ നിർദ്ദേശങ്ങൾ പിൻവലിച്ചിരിക്കുന്നു എന്നുള്ള, റെഡ് അലേർട്ട് പിൻവലിച്ചിരിക്കുന്നു എന്നുള്ള ഭരണകൂടം ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അമൃത്സർ ഇപ്പോൾ സാധാരണഗതിയിലേക്ക്, ജനജീവിതം സാധാരണഗതിയിലേക്ക് എത്തുന്നു എന്നുള്ളത് ഏറ്റവും ഈ ഒരു ഘട്ടത്തിൽ നിർണായകം തന്നെയാണ്. അതോടൊപ്പം മറ്റ് സംസ്ഥാനങ്ങളും അതിർത്തി പ്രദേശങ്ങൾ സംബന്ധിച്ചൊരു വിവരം, പഞ്ചാബിലെ ഫിറോസ്പൂർ, പത്താൻകോട്ട്, ജമ്മു കാശ്മീരിലെ പൂഞ്ച്, അഖ്നൂർ, ഉറി, രജൌരി എന്നിവിടങ്ങളിൽ നിന്നും വളരെ ശാന്തമായ അന്തരീക്ഷം തന്നെയാണ്. ഇന്ന് രാവിലെ രാത്രിയിൽ ഡ്രോൺ ആക്രമണങ്ങളോ വെടിവെപ്പോ മറ്റ് ഒരു അനിഷ്ട സംഭവങ്ങളും എന്തായാലും ഇവിടങ്ങളിലൊന്നും തന്നെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സാധാരണഗതിയിലേക്ക് ഓരോ സംസ്ഥാനങ്ങളും അല്ലെങ്കിൽ അതിർത്തി സംസ്ഥാനങ്ങൾ പോകുന്നു എന്നുള്ളത് ഏറ്റവും ആശ്വാസകരമായ കാഴ്ച തന്നെയാണ്. ഇത് സംബന്ധിച്ചിട്ടുള്ള എല്ലാ വിശദീകരണവും എന്തായാലും പ്രതിരോധ മന്ത്രാലയം നടത്തുന്ന വാർത്താ സമ്മേളനത്തിൽ ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. പൊതുജനങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വൈദ്യുതിയൊക്കെയും പുനഃസ്ഥാപിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നു. അലേർട്ടുകളെല്ലാം നീക്കിക്കൊണ്ടുള്ള, എങ്കിൽ പോലും ഒരു ജാഗ്രത എപ്പോഴും ഉണ്ടായിരിക്കണം. ജനങ്ങളെ സംബന്ധിച്ച് ഈ പുറത്തിറങ്ങി നടക്കുന്നതിൽ അടക്കം ജാഗ്രത എപ്പോഴും, ജനങ്ങൾ സ്വയം രക്ഷ എന്നുള്ള രീതിയിൽ തന്നെ സ്വയമേ എല്ലാവരും ഒരു ജാഗ്രത ഉണ്ടായിരിക്കണം. പൂർവ്വസ്ഥിതിയിലേക്കൊക്കെ വരുമ്പോൾ പോലും ഈ അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടാകാതെ ഇരിക്കാൻ പൊതുജനങ്ങൾ എന്തായാലും ഒരു ജാഗ്രത തുടരുന്നത് നല്ലതാണ് എന്നുള്ള നിർദ്ദേശം കൂടി ഭരണകൂടം നൽകുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഏറ്റവും നിർണായകമായിട്ടുള്ളത്, ഈ ഘട്ടത്തിൽ നിർണായകമായി നമ്മളെല്ലാം കാത്തിരിക്കുന്നത് വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ, പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ പ്രതികരണം തന്നെയാണ്. ഏകദേശം 11 മണിയോടുകൂടി പ്രതിരോധ മന്ത്രാലയം മറ്റുള്ള നടപടികൾ, അതിർത്തിയിലെ നിലവിലെ സാഹചര്യമൊക്കെയും സംബന്ധിച്ചൊരു വിശദീകരണം നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഭദ്ര.